ലബനാനിൽ പരക്കെ ആക്രമണം അയച്ചുവിട്ട് ഇസ്രായേൽ. ആക്രമണത്തിൽ ഒരു മാധ്യമ പ്രവർത്തക ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. നിലവിൽ ദുർബലമായി തുടരുന്ന വെടിനിർത്തലിനെ കൂടുതൽ വഷളാക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് ലബനാന്റെ ദേശീയ വാർത്താ ഏജൻസി NNA റിപ്പോർട്ട് ചെയ്തു. 10 ദിവസത്തെ ഇസ്രായേൽ ലബനാൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഏപ്രിൽ 16-നാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. അൽ അഖ്ബാർ പത്രത്തിന്റെ ലേഖികയായിരുന്ന അമൽ ഖലീലാണ് കൊല്ലപ്പെട്ടത്. അവർക്കൊപ്പമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർക്ക് ഗുരുതര പരിക്കേറ്റു. തങ്ങളുടെ ആക്രമണത്തിൽ 2 പത്രപ്രവർത്തകർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ച റിപ്പോർട്ട്. നേരത്തെ തെക്കൻ ലബനാനിലെ അതിർത്തി ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കാറിലുണ്ടായിരുന്ന 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് അമൽ ഖലീലിനെയും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ സൈനബ് ഫർജിനെയും ഇസ്രായേൽ ആക്രമിക്കുന്നത്. ആക്രമണം അവസാനിച്ച ശേഷം നടത്തിയ തെരച്ചിലിൽ അമലിനെ സംഭവ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൈനബ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആക്രമണം തുടർന്നതോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ അമലിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വൈകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. പരിക്കേറ്റവരെയും മാധ്യമപ്രവർത്തകരെയും രക്ഷിക്കാനെത്തിയ ആംബുലൻസുകളെയും ഇസ്രായേൽ തടഞ്ഞു. നിലക്കാത്ത ആക്രമണവും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. യോഹ്മോർ അൽ ഷാഖിഫ് എന്ന പട്ടണത്തിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ നടപടി ദുർബലമായ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി ലബനാൻ വാർത്താവിനിമയ മന്ത്രി പോൾ മാർക്കൂസ് പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യവും സംരക്ഷണവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം സ്ഥിരീകരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ആരോപണങ്ങൾ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു. തങ്ങൾ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെക്കാറില്ലെന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട വാഹനങ്ങളെയാണ് ആക്രമിച്ചതെന്നും അവർ ന്യായീകരിക്കുന്നു. കഴിഞ്ഞ മാസവും ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ലബനാനിൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ 2400-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിർത്തിയിലെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുകയും അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലബനാൻ ഇസ്രായേൽ പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ചകൾ വാഷിംഗ്ടണിൽ നടക്കാനിരിക്കെയാണ് ആക്രമണം. 10 ദിവസത്തെ വെടിനിർത്തൽ കാലാവധി ഈ ഞായറാഴ്ച അവസാനിക്കാനിരിക്കുകയാണ്. അതിനിടെ കരാർ നീട്ടണമെന്ന് ലബനാൻ പ്രസിഡന്റ് ജോസഫ് ഓൺ ആവശ്യപ്പെട്ടു. കുറഞ്ഞത് 1 മാസത്തേക്കെങ്കിലും വെടിനിർത്തൽ നീട്ടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. Waytonikah.com, the exclusive Muslim matrimonial site.